നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. കേരള ജനത ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതമാണ് പൊലിഞ്ഞുപോയത്. അവരുടെ സമ്പാദ്യവും വീടുകളും ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവരുടെ വേദന അല്ലെങ്കിൽ ആ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന് നമ്മൾ ഊഹിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അപ്പോൾ ഈ ഒരു ദുരന്തം നടന്നതിന് ശേഷം ഒരുപാട് കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റേത്, അല്ലെങ്കിൽ മാധവ് ഗാഡ്ഗിൽ എന്ന വ്യക്തിയുടെ പേര്. അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതുപോലൊരു ദുരന്തം കേരളത്തിൽ സംഭവിക്കില്ലായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? എന്തുകൊണ്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പിലാക്കാതെ പോയത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2010 അന്നത്തെ കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായിട്ട്, വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് പഠിക്കാനായിട്ട്, വെസ്റ്റേൺ ഗട്ട്സ് നേരിടുന്ന പ്രശ്നങ്ങളും അത് നമ്മുടെ ക്ലൈമറ്റിനെ എങ്ങനെ ബാധിക്കും, ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ഒരു പാനലിനെ നിയോഗിക്കുകയാണ്. വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിലെ എന്ന വ്യക്തി. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിനെ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവർ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. 2011 ഈ ഒരു പാനൽ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. പക്ഷേ ഗവൺമെന്റ് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല. മാത്രമല്ല, ഒരു വെബ്സൈറ്റിൽ ഇവർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഗവൺമെന്റ് ആ വെബ്സൈറ്റ് നീക്കം ചെയ്യുകയാണ്. പിന്നീട് വിവരാവകാശത്തിലൂടെയാണ് പൊതുജനങ്ങൾക്ക് ഈ റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് നേരിടുന്ന പ്രശ്നങ്ങളും അത് ഭാവിയിൽ നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാക്കാവുന്ന ആഘാതങ്ങളും അതെങ്ങനെയാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതെന്നും അതിനു വേണ്ട പരിഹാരങ്ങളുമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മലപ്രദേശമാണ്. അതിന് ചുറ്റുമായിട്ട് വളരെ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്. വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള സസ്യങ്ങളും ജന്തുജീവികളുമാണ് ആ പ്രദേശത്തുള്ളത്. മാത്രമല്ല, നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഇങ്ങനെ ഒരു കാലാവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് അവിടെ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് കറക്റ്റ് സമയത്ത് മഴ കിട്ടുന്നത്, നമ്മുടെ ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് കാരണമാണ്. മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 44 നദികളും ഉത്ഭവിക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ്. നമ്മുടെ ലോകത്തിൽ 8 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അതിൽ ഒന്ന് വെസ്റ്റേൺ ഗട്ട്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിന് ഒരുപാട് പ്രധാനപ്പെട്ടതാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് വെസ്റ്റേൺ ഗട്ട്സ് വളരെ വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാലങ്ങളായിട്ട് മനുഷ്യൻ്റെ കടന്നുകയറ്റം മൂലം പശ്ചിമഘട്ട പ്രദേശം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊരുപാട് ആപത്തിലേക്ക് നയിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പറയുന്നത്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ തിരിച്ചടി, വലിയ ആഘാതം പരിസ്ഥിതിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുണ്ടാവുമെന്ന് ഇവരെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് 3 സോണുകളായിട്ട് ഈ പശ്ചിമഘട്ട പ്രദേശത്തെ തിരിക്കുകയാണ്. സോൺ 1, സോൺ 2, സോൺ 3. ഇതിൽ സോൺ 1 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മൈനിങ് പ്രവർത്തികൾ അല്ലെങ്കിൽ പാറക്കെട്ടുകൾ, പാറമടകൾ, അവിടെയുള്ള കോറികളുടെ പ്രവർത്തനം ഇതെല്ലാം നിർത്തലാക്കണമെന്നും പിന്നെ അതുപോലെ തന്നെ കൃഷി രീതികൾ, മോഡേൺ ആയിട്ടുള്ള കൃഷി രീതികളൊന്നും പാടില്ലെന്നും, അതായത് ഈ ഹൈബ്രിഡ് ക്രോപ്സ് ഒന്നും അവിടെ വളർത്താൻ പാടില്ല. കാരണം അത് അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ആ ജൈവ വൈവിധ്യത്തെ ഇല്ലാതാക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, അനധികൃതമായ കെട്ടിട നിർമ്മാണങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ പാടില്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത് വളരെ എക്കോളജിക്കൽ അല്ലെങ്കിൽ പാരിസ്ഥിതിക ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വളരെ രീതിയിലുള്ളൊരു വിമർശനങ്ങൾ ഈ റിപ്പോർട്ടിനെതിരെ ഉയരുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് ഈ പാറമട ഓണേഴ്സിനും അല്ലെങ്കിൽ പാറമടകൾക്കും കോറികൾക്കും മൈനിങ് നടത്തുന്ന ആൾക്കാർക്കൊക്കെയാണ്. അപ്പോൾ ഇത് നടത്തുന്നതെന്ന് പറയുന്നത് വൻകിട മുതലാളിമാരും വലിയ വലിയ ലോബികളും മാഫിയകളൊക്കെയാണ്. അപ്പോൾ ഇവർക്കിത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാവും, അവർക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെടും. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടുകയാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പാടം പോകും, നിങ്ങൾക്ക് വീട് വിട്ട് ഒഴിയേണ്ടി വരും, നിങ്ങളെ വേറെ സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തെറ്റിദ്ധാരണ അവരുടെ ഇടയിലേക്ക് പടർത്തുകയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കുറേ മേലാളന്മാരും സ്വാർത്ഥരായ രാഷ്ട്രീയക്കാരും ഒക്കെ ഇവർക്ക് കുട പിടിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധം നടന്നപ്പോൾ ഈ റിപ്പോർട്ടിനെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ഉയർന്നു. അപ്പോൾ ഇതിനെതിരെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനായിട്ട് വേറൊരു പാനലിനെ ഗവൺമെൻറ് നിശ്ചയിക്കുകയാണ്. അതായത് ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് തിരുത്തി ഏത് തരത്തിൽ ഇത് നടപ്പിലാക്കണമെന്ന് മനസ്സിലാക്കാനായിട്ട് വേറൊരു പാനലിനെ ഗവൺമെൻറ് നിശ്ചയിക്കുകയാണ്. ആ പാനലാണ്
കമ്മിറ്റി എന്ന് പറയുന്നത്, കസ്തൂരി രംഗൻ പാനൽ എന്ന് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷനാണ് കസ്തൂരി രംഗൻ എന്ന വ്യക്തി. അതുകൊണ്ടാണ് ആ റിപ്പോർട്ടിനെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് വീണ്ടും റീസ്റ്റഡി നടത്തി സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് സമർപ്പിച്ച റിപ്പോർട്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഒരുപാട് ഡൈല്യൂട്ട് ചെയ്ത്, ഇപ്പോൾ അതിൽ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ഇത് കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്ത് ഈ പ്രദേശങ്ങളുടെയൊക്കെ ഈ സോണായിട്ട് തിരിച്ചതിനൊക്കെ കുറേ കൂടിയൊക്കെ ഡൈല്യൂട്ട് ചെയ്തൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഇതിൽ മൈനിങ്ങിനെതിരെയും കോറി മാഫികൾക്കെതിരെയൊക്കെ പറയുന്നുണ്ട്. കോറി പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്നും എക്കോളജിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനെതിരെയും ഈ പറയുന്ന മാഫിയകളും ലോബികളൊക്കെ തിരികെയാണ്. അപ്പോൾ ആ റിപ്പോർട്ടും നടപ്പിലായില്ല. അങ്ങനെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പിലാക്കാതെ പോയത്. ഇനി നമ്മൾ മാധവ് ഗാഡ്ഗിൽ എന്ന വ്യക്തിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റാൻഫോർഡിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. മാത്രമല്ല ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഫോറംസിൻ്റെയും ചെയർമാനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. സ്റ്റാൻഫോർഡിൽ തന്നെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് നടപ്പിലാക്കാതെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് പശ്ചിമഘട്ട പ്രദേശം ഒരുപാട് തകർക്കപ്പെട്ടിരിക്കുന്നു, ഇനിയെങ്കിലും അത് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തമായിരിക്കും. അത് കാണാൻ യുഗങ്ങളുടെയൊന്നും ഇടവേള ആവശ്യമില്ല, വെറും 5-10 വർഷം കൊണ്ട് അത് നടപ്പിലാകും. അത് കാണാൻ ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. അപ്പോൾ കള്ളം പറയുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അനന്തരഫലങ്ങളാണ് 2018 മഹാപ്രളയമായാലും ഇപ്പോൾ വയനാട്ടിൽ നടന്ന മഹാദുരന്തമായാലും. സ്വാർത്ഥരായ രാഷ്ട്രീയക്കാരുടെയും മാഫിയകളുടെയും ലോബികളുടെയും പ്രവൃത്തിയിലൂടെ യഥാർത്ഥത്തിൽ ജീവൻ നഷ്ടമായത് ഒട്ടനവധി നിസ്സഹായരായ മനുഷ്യർക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആപത്ത്, ഒരു ദുരന്തം ഇനിയും സംഭവിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യവുമായിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങണം. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു മൂവ്മെൻ്റാക്കി നമ്മൾ മാറ്റണം, വലിയൊരു ക്യാമ്പയിനായിട്ട് നമ്മൾ മാറ്റണം. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഇതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം. എങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലൊരു ആപത്ത്, ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ നമ്മളെല്ലാവരും ഇതിന് ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ട് ഇറങ്ങണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് അത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.